ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കൊടൈക്കനാലിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ കൊടൈക്കനാലിൽ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ തൊട്ട് അപ്പുറത്തുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ അതായത് 1949 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മുട്ടുസൂചി മുതലുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാറുകളാണ്. അതായത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, ടോയ്സുകൾ. കൂടുതലും ടോയ്സാണ്. ഞാൻ എൻ്റെ കണ്ണ് ഫുള്ള് പോയത് ടോയ്സിലൊക്കെയാണ്. പഴയ ചെറിയ ചെറിയ കാറുകൾ, അതായത് 1949 1959 ആ ലെവലിലൊക്കെ ഉള്ള കാലത്തുള്ള സാധനങ്ങളാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളൊക്കെ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഫുഡൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങൾ. ഇതിപ്പോൾ ടോയ്സ് ആണ് കേട്ടോ, ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്ന അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടോയ്സ് ആണ് ഇതിൽ കാണുന്നത്. ഇവിടെ പൗസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. അങ്ങനെ പഴയ കാലത്തുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ക്ലോക്ക്, ഫ്രിഡ്ജ്, അതേപോലെ തന്നെ നമ്മൾ പൈസ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ എൻട്രി ഫീസ് വരുന്നത് 150 റുപ്പീസാണ്. ഒരാൾക്കാണ് റേറ്റ് വരുന്നത്. അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. ആളുകളൊന്നും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ചെന്ന ടൈമിൽ ഞങ്ങൾ 4 ആളുണ്ടായിരുന്നു. പക്ഷെ 4 ആൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമാണ് കയറിയത്. ഇത് നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ്. അതായത് 1949 കാലഘട്ടത്തിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ 1979 കാലഘട്ടത്തിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ്. അങ്ങനെ പഴയ കാലത്തുള്ള ബൈക്കുകൾ, കാറുകൾ, അതുപോലെ തന്നെ ജീപ്പുകൾ, യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ എല്ലാം ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം അത് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ കാണാനേ കഴിയുള്ളൂ. 150 റുപ്പീസ് വെർത്താണോ എന്ന് ചോദിച്ചാൽ, അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, പഴയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വെർത്താണ്. എനിക്കിതിലിപ്പോൾ ആകെ ഇഷ്ടപ്പെട്ടത് ഈ കാറുകളും ആ ടോയ്സും മാത്രമേ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായുള്ളൂ. വേറെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ളതിനോ. പക്ഷേ 150 റുപ്പീസ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ ടോയ്സാണ്. പണ്ട് കാലത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ടോയ്സ്, മിനി കാറുകൾ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മുട്ടുസൂചി മുതൽ ഉള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പണ്ടത്തെ കാലത്തുള്ള, അതായത് 1949 59 79 ആ റേഞ്ചിൽ വരുന്ന കാലഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇഷ്ടപ്പെടുന്നവർക്ക് പോവാം. അതിൻ്റെ പ്ലേസ് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു ഉടുപ്പി ഹോട്ടലുണ്ട്. ആ ഉടുപ്പി ഹോട്ടലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത്. ഹോട്ടൽ എൻട്രൻസ് വേറെ, ഇതിൻ്റെ എൻട്രൻസ് വേറെ. അവിടെ ഒരു മസാജിങ് സെൻ്ററൊക്കെ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. ഇതിപ്പോൾ 1970 ഉപയോഗിക്കുന്ന വിൻറ്റേജ് സ്കൂട്ടിയൊക്കെയാണ്. പിന്നെ പാത്രങ്ങൾ, അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പിന്നെ ഇസ്തിരിപ്പെട്ടികൾ എല്ലാം ഉണ്ട്. പുസ്തകങ്ങളുണ്ട്. അങ്ങനെ കണ്ടോ, അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന കറൻസീസ്, അന്ന് ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പ് എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കയറാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നേരിട്ട് പോയി നിങ്ങൾക്ക് കാണാം. ഓക്കെ.
പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനും പറ്റും കേട്ടോ. പ്രൈസ് കൊടുത്ത് അവർ എല്ലാത്തിനും റേറ്റ് ഇട്ടിട്ടുണ്ട്. ആ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മേടിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുക, പോവുക, കാണുക, വേണമെങ്കിൽ മേടിക്കാം. എല്ലാതും ഉണ്ട്, പഴയ കാലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇത് വിഗ്രഹങ്ങളാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.